അത്രയ്ക്ക് കൊതിയാ. നാട്ടുകാർ പറയോ ഇവരുടെ കൊതി കാരണം ഞങ്ങളാണല്ലോ സഹിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കമൻറ്റിൻ്റെ അടിയിൽ കാണും. ഇന്ന് വീരധീര ശൂരൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ മാത്രം ആ സിനിമയെ കൊള്ളൂലായിരുന്നു, മുറയിൽ നിങ്ങൾ മാത്രം ഈ സിനിമയെ കൊള്ളൂലായിരുന്നു, ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരും ഫേസ്ബുക്കിൽ. ആളിത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ കാരണം ഞാൻ സഹിക്കും. ഈ നെഗറ്റിവിറ്റി എങ്ങനെയാ ചേച്ചി ഇഗ്നോർ ചെയ്യണേ? കൊള്ളില്ലേ? നല്ല വേദന എടുക്കണ സംഭവങ്ങൾ ആളുകൾ ഫേസ്ബുക്കിൽ എഴുതില്ലേ കമൻസ് ആയിട്ട്? അവരുടെ മാനസികാവസ്ഥയല്ലേ, നമ്മളുമായിട്ട് ബന്ധമില്ലല്ലോ. എനിക്ക് അതൊന്നും പാവം തോന്നും. ഒന്നാമത് എന്തിനാണ് അവർ ഇപ്പം പലപ്പോഴും ഞാൻ ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്താ മോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്നോട് മിണ്ടിയോ എന്നായിരിക്കും അടുത്ത കമൻറ്റ്. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി മിണ്ടുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളെ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് മിണ്ടിയതല്ല കേട്ടോ, ഞാൻ സാധാരണക്കാരിയാണ് നമ്മൾ. അപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. ചിലപ്പോൾ എന്നെക്കാട്ടി ടാലൻ്റ് ഉള്ള ഒരാളായിരിക്കും ആ കമൻറ്റ് ഇട്ടേക്കുന്നത്, അയാൾക്കൊന്നും എവിടെ എത്താൻ പറ്റി കാണില്ല. അങ്ങനെ ആയിരിക്കും നമ്മൾ അവരെ നെഗറ്റീവായിട്ട് കാണും. ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെ കാണും. അവർ ചിലപ്പം ഭയങ്കര സ്കൂളിൽ ഭയങ്കര മിടുക്കരായിട്ട് ഡ്രാമ ചെയ്തിട്ടുള്ള എല്ലാവരെക്കാട്ടി കഴിവുണ്ടായിരുന്ന ഒരു പയ്യനായിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് വല്ല സൗദി അറേബ്യ കിടക്കുകയായിരിക്കും ജോലിയും ചെയ്തുകൊണ്ട്. അയാളായിരിക്കും ചിലപ്പോൾ നമ്മളെ ചീത്ത പറയുന്നത്. നമുക്കറിയാമോ അവരുടെ കാലം, അവരെന്താണെന്ന്, അവരാരാണെന്ന്. നമ്മളവരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫേക്ക് പ്രൊഫൈലായിട്ട് കാണുന്നു. അവരെ ഫേക്ക് പ്രൊഫൈലിൽ നിൽക്കാനുള്ള അവരുടെ സാഹചര്യം, അവർ നമ്മളെ ചീത്ത പറയാനുള്ള അവരുടെ മാനസികാവസ്ഥ, അവരുടെ സങ്കടം നമുക്കറിയോ. ചിലപ്പോൾ അവരുടെ ഭാര്യ അവരെ ചതിച്ചു കാണും, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കാമുകനും അവരെ ചതിച്ചു കാണും. അവരെ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നത്.